എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോവയ്ക്ക കൊണ്ട് നാടൻ രീതിയിൽ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അതിനായി ചെടികളിൽ പടർന്നു കിടക്കുന്ന കോവലുവള്ളിയാണ് ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത്. അതിൽ നിന്നും കോവയ്ക്ക പറിച്ചെടുക്കുക, ഇല്ലെങ്കിൽ കടയിൽ നിന്നും നമുക്ക് മേടിക്കാം. ഇതിപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ പടം ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അടർത്തിയെടുത്തിയ കോവയ്ക്ക ഇതുപോലെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി നമുക്കത് അരിഞ്ഞെടുക്കാം. അതിൻ്റെ മുകളിലുള്ള ഞെട്ട് ശകലം ഒന്ന് കളഞ്ഞിട്ട് വേണം അരിയാനായിട്ട്. ഇന്നിപ്പോൾ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഒരുപാട് കനമുള്ളതായിട്ട് അരിയണ്ട, തീരെ കനം കുറച്ചും അരിയണ്ട. ഇതുപോലെ ഈ കനത്തിൽ അരിയാണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മെഴുക്ക് പുരട്ടി എടുക്കാനായിട്ട് പറ്റും. ചില കോവയ്ക്ക അരിഞ്ഞ് വരുമ്പോൾ ശകലം ഒന്ന് ഇതുപോലെ പഴുത്തിരിക്കും, അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരുപാട് പഴുത്തത് മെഴുക്ക് പുരട്ടിക്ക് എടുക്കണ്ട. അപ്പോൾ വട്ടത്തിൽ അരിയാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞും നമുക്കിതുപോലെ ഇതേ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഇന്ന് ഏതായാലും വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കുറവാണെന്നുള്ളവർക്ക് സവോളയും കൂടെ ചേർക്കാം. കൂടെ ചതച്ച മുളകും തേങ്ങാക്കൊത്തും പെരിഞ്ചീരകവും, അതാണ് ഈ മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. കൂടെ കരിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരു 5 ടീസ്പൂണൊക്കെ ഒഴിക്കാം. ടേസ്റ്റ് അതുപോലെ നന്നായിട്ട് വരികയും ചെയ്യും. അതിലേക്ക് കടുകും ചുമന്ന മുളകും കൂടെ ഇട്ട് പൊട്ടിക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പം അതിലേക്ക് തേങ്ങാക്കൊത്ത് ഒരു 1/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. മൂപ്പിക്കുക. ചെറിയ ഇളം ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് കരിവേപ്പിലയും, ഉള്ളിയാണെങ്കിൽ ഉള്ളി, സവോളയാണെങ്കിൽ സവോള, ഇപ്പോൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ 2 സവോളയോളം ചേർത്തിട്ടുണ്ട്. ഒരു 10 ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഒന്ന് വാടി കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക. സവോളയൊന്ന് വാടി വരുമ്പം എണ്ണ ഏകദേശം തെളിഞ്ഞ് വരും. അപ്പോൾ ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഈ മസാലകളൊന്ന് ചേർക്കാം. ഉള്ളി ഒന്ന് സൈഡിലേക്കൊന്ന് ശകലം മാറ്റിയിട്ട് ആ എണ്ണയിലിട്ട് മൂപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ചതച്ച മുളകും, 1/4 ടീസ്പൂൺ കായപ്പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകത്തിൻ്റെ പൊടി, ഒരുപാട് നൈസായിട്ട് പൊടിക്കരുത്, ചതച്ചെടുത്താൽ മതി. കൂടെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഈ മെഴുക്ക് പുരട്ടിയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങാക്കൊത്തും പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴാണ്. ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചതിന് ശേഷം എല്ലാത്തിലും കൂടെ ഒരുമിച്ച് ചേർത്ത് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് ചേർക്കാം. കോവയ്ക്ക ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, ചെറിയ തീയിൽ വെച്ച് തന്നെ അത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ യോജിച്ച് കഴിയുമ്പോൾ ഒരടപ്പ് വെച്ച് അടച്ച് ചെറിയ തീയിൽ വിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കുക. അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. നമ്മൾ അടച്ച് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. സവോളയും ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇതുപോലെ അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റി വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കണം, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരത്തുള്ളൂ. ഏകദേശം ഒരു പകുതിക്ക് മുകളിൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ചു വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചുരുങ്ങി വരികയും ചെയ്യും. നമുക്ക് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. ഇതുപോലെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി തയ്യാറാക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയണത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന ആ തേങ്ങാക്കൊത്തും ആ പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പം വളരെ സ്വാദാണ്.
ചോറിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. ചതച്ച മുളകും എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് ചോറിനൊപ്പം പിടിച്ച് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഈ രീതിയിൽ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.